ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ബാധിക്കില്ല. നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ മെസ്സേജസ് നിങ്ങൾ എടുക്കുക, അതല്ലാണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് മെമ്പർ ആവാം. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്, എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ അവർ എടുക്കാൻ പോണത്, ഈ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചർ എന്താണ് ഉള്ളത്, നമ്മൾക്ക് ഇതൊക്കെ ഇപ്പൊ നിങ്ങളുടെ മെസ്സേജസിൽ കാണാം. അപ്പൊ ലിയോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി വരണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 7 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി 8 ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ സ്ട്രെങ്ത്. അപ്പൊ ലിയോ, സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ വന്നിരിക്കണേ. ഇത് ഒരു നിങ്ങളോട് യൂണിവേഴ്സ് ഈ സമയത്ത് സ്ട്രോങ് ആവാനാണ് പറയണേ. എന്താ വെച്ചാൽ ചാലഞ്ചസ് ഉണ്ട്, കറന്റ് സിറ്റുവേഷനിൽ ചില പ്രോബ്ലംസ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും സ്ട്രോങ് ആയിട്ട് ഈ ചാലഞ്ചസിനെ ഫേസ് ചെയ്യുക, അതാണ് യൂണിവേഴ്സ് പറയണത്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഫേസ് ചെയ്യാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് ഈ സ്ട്രെങ്ത് എനർജി ഇവിടെ എന്താണ്? അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ഒരു റിസ്ക് എടുക്കാനാണ് പറയണത്, ഒരു ചാൻസ് എടുക്കാനാണ് പറയണത്. കുറേ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത്. ഇവിടെ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ലൈഫിൽ, ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ രണ്ടാളും ട്രസ്റ്റ് വെച്ചിട്ട് വേണം മുമ്പോട്ട് പോവുക, അതാണ് യൂണിവേഴ്സ് പറയണത് ഇവിടെ. ഞാൻ ഇവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ ഈ മാസം നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. ആ തുടക്കം ഉണ്ടാവാൻ നിങ്ങൾ രണ്ടാൾക്കും ഫെയ്ത്ത് വെച്ചിട്ട് വേണം മുമ്പോട്ട് പോവാം. സംശയം ഉണ്ടാവുമ്പോൾ ഇല്ലച്ചാ എന്തെങ്കിലും പാസ്റ്റിൻ്റെ ഇഷ്യൂസിനെ വെച്ച് നിങ്ങൾ ഇരുന്നാൽ ഇത് ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ 7 ഓഫ് കപ്സ്. അപ്പോൾ 7 ഓഫ് കപ്സ് കൺഫ്യൂഷൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, കുറേ കൺഫ്യൂഷൻ ഉണ്ട്, കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, പേജ് ഓഫ് വോൺസ് ഇവിടെ ടെംപ്റ്റേഷൻസ് എനർജിയാണ്. എസ്പെഷ്യലി വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വേറെ ചോയ്സസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഷുവർ അല്ല എന്താ വേണ്ടതെന്ന്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ മാസം നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലെടുത്ത് കാര്യങ്ങൾ ശരിയാക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. 8 ഓഫ് കപ്സ്, അവർക്ക് ഈ സിറ്റുവേഷനിൽ ഹാപ്പി അല്ല, അവർ ഇമോഷണലി ഡിസ്കണക്ട് ചെയ്യണു. ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പും ഉണ്ടാവും. പേജ് ഓഫ് കപ്സ്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട്. അവർക്ക് ഇവിടെ ഒരു അപ്പോളജി വേണം എന്നുണ്ടാവും. കുറേ ഇമോഷണൽ ആണ് ഈ പേഴ്സൺ ഇപ്പോൾ, കുറേ ഫിയർ ഉണ്ട്, കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറച്ചൊരു ഓവർ തിങ്ക് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. ഇവിടെ പൈസീസ് ക്യാൻസർ എനർജി കാണാണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിൽ ഉണ്ടായത്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ ഉണ്ടായത് എന്താ? പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ഇതൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇടുണ്ടായിരുന്നു, മറ്റേ പേഴ്സൻ്റെ സൈഡിന് അത്ര എഫേർട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, കുറവായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ ആയിരുന്നു
എഫേർട്ട് ഇടുണ്ടായിരുന്നു വെച്ചാൽ ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അത് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ലിയോയ്ക്ക് മനസ്സിലാവും എൻ്റെ ലവ് അവർക്ക് വേണ്ടിയിട്ട് എത്ര ഡീപ്പാണെന്ന് അവർക്ക് അത് മനസ്സിലാവും, അവർക്ക് എൻ്റെ വാല്യൂ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഈ പേഴ്സൺ. അതല്ല ചെയ്ത ഓപ്പോസിറ്റും ആവും. നിങ്ങൾ ഈ പേഴ്സൻ്റെ സൈഡിന് എന്തെങ്കിലും ഒരു കൺഫെഷനോ ഇല്ല എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതുമാതിരി ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാണ്ട് ഇത് മുമ്പോട്ടേക്ക് പോവില്ല. അപ്പോൾ അത് ആ റിസ്ക് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ഇവരുടെ മനസ്സിലും സീക്രട്ട് ആയിട്ട് അവർ വെക്കണു അവരുടെ ഫീലിങ്സ്. നിങ്ങളും ഒരു ഷുവർ അല്ലാത്ത മാതിരി, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഷുവർ അല്ല. അതുമാത്രമല്ല നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ്, ഫ്യൂച്ചർ എല്ലാം കൂടിയും നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. ഈ സിറ്റുവേഷന് ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കില്ല. പക്ഷേ ഏപ്രിൽ ആവുമ്പോഴേക്കും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാഷൻ കുറേ ഉണ്ട്. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ വേറെ പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ നല്ല ഓപ്ഷൻസ് ഉണ്ട്, വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ കുറേ ബാഗേജ് ബേർഡൻ ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറേ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് ഇവിടെ? നിങ്ങളുടെ ഇൻറ്റൻഷൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ലാക്ക്, ഒരു പേടി, റിജക്ഷൻ്റെ പേടിയായിരിക്കാം. ഇതൊരു അൺഹെൽതി എനർജിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ഓൺ ഇൻസെക്യൂരിറ്റീസിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഞാൻ പറഞ്ഞ മാതിരി വേറെ ടെംപ്റ്റേഷൻസും ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ സ്റ്റാർ ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. ഇവർക്ക് ആക്ച്വലി ഈ സിറ്റുവേഷനെ ഹീൽ ചെയ്തിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ട്. ഇവർ നിങ്ങളെക്കുറിച്ച് സീരിയസ് ആണ്. പക്ഷെ നിങ്ങളുടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് കുറച്ചൊരു മാനിപ്പുലേറ്റീവ് എനർജി കാണാനുണ്ട്. ഓക്കെ, കുറേ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇവിടെ കാണാനുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്കൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവുക? നിങ്ങളുടെ ആക്ഷൻ ഞാൻ കാണുന്നത് പേജ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ മെല്ലെ ഈ പേഴ്സണോട് കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ കൂടുതൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നോക്കണത്. ഈ പേഴ്സൻ്റെ എന്താണ് ഫീലിങ്സ്, ഇവരെന്നെ റിജക്റ്റ് ചെയ്യോ, ചിലപ്പോൾ നിങ്ങൾ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് കൊടുക്കുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുത്തിട്ടായിരിക്കും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഡയറക്റ്റ്ലി നിങ്ങൾ ഈ പേഴ്സണോട് ഒന്നും പറയുന്നില്ല. ഈ പേഴ്സൻ്റെ എനർജി കുറേ ലോ ആവാൻ തുടങ്ങിയിരിക്കുന്നു, കുറേ ഇൻട്രസ്റ്റ് ലെവൽസ് കുറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് അവരൊരു സ്റ്റെബിലിറ്റി കാണുന്നില്ല. ഓക്കെ, അവർക്ക് ഒരു ഫാമിലി വേണം, അവർക്കൊരു ഫ്യൂച്ചർ വേണം, അവർക്ക് സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ എന്താണ് ഔട്ട്കം ഉണ്ടാവുക ഇവിടെ? ഔട്ട്കം ഞാൻ കാണുന്നത് 6 ഓഫ് സോഡ്സ്. അപ്പോൾ ഈ പ്രോബ്ലം ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി ഇവിടെ കാണാണ്ട്, എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എനർജി ഉണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തുനിന്നും ലവ് ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാൾക്കും കുറച്ചൊരു സ്റ്റെബിലിറ്റി വരാൻ സമയമെടുക്കും. തൽക്കാലം ചില ബ്ലോക്സ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ ചാലഞ്ചസിനെ നിങ്ങൾ കുറച്ച് സമയം കൊടുത്ത് ഇതിനെ ഓവർകം ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ ക്ലാരിറ്റി വരും. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ ചെയ്താലേ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂ. ഇല്ലച്ചാൽ രണ്ടാളും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പേഴ്സൺ എന്നോട് എന്തെങ്കിലും പറയുമെന്ന്, ലിയോ എന്തെങ്കിലും എന്നോട് പറയുന്ന ഈ പേഴ്സൺ അങ്ങനെ വെയിറ്റ് ചെയ്യണു. അതുമാതിരി നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയും വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെ പോയ ആരും ഒന്നും പറയണമില്ല. ഓക്കെ, അപ്പോൾ സോറി. അപ്പോൾ എന്താണ് ഒറക്കിൾ മെസ്സേജ് ഇവിടെ?
നിങ്ങളുടെ ഒറക്കൽ മെസ്സേജ് വന്നിരിക്കണ എൻഗേജ്മെന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പ് ആക്ച്വലി കുറെ സീരിയസ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും മനസ്സിൽ ഇവിടെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ തന്നെയാണ് ഉള്ളത്. ഇറ്റ്സ് സേഫ് ഫോർ യു ടു ലവ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാനാണ്. അട്രാക്ഷൻ, ഇവിടെ കുറേ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ സൈൻസ് കാണുന്നത് വെർഗോ ഉണ്ട്, പൈസീസ്, ക്യാൻസർ ഉണ്ട്, പിന്നെ ലീബ്ര ഉണ്ട്, ഓക്കെ, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സയൻസ് ഇവിടെ ഉള്ളത്. അക്വേറിയസും ഉണ്ട്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.